നൈസായിട്ട് തെളിയുന്നുണ്ട് ഗൈസ്. പക്ഷെ അത് ഒരെണ്ണമല്ലേ വന്നുള്ളൂ. അതിപ്പുറത്തെ ഒരു മങ്ങലുണ്ടല്ലോ. ഏയ് അയ്യോ അയ്യോ അയ്യോ. അയ്യോ. എല്ലാവർക്കും നമസ്കാരം. മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഇതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? സംഭവം എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, പ്രസവിക്കുന്നതിനൊക്കെ തൊട്ട് മുന്നേ നിറവയറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഫോട്ടോഷൂട്ട് നടത്തും. അതായത് വയറൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തും. ഓക്കെ, ഫോട്ടോഷൂട്ട് നടത്തുന്നത് ആയിക്കോട്ടെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ചിലപ്പോൾ നാളെ അവർക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ എടുത്തു വയ്ക്കുന്ന അവരുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ സാധനം കൊണ്ട് ഇട്ട് കൊടുക്കും. എൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യനുള്ളൂ, എന്തിനാ സത്യം സീരിയസ്ലി എനിക്ക് യോജിപ്പില്ലടേ. അത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ചിലപ്പോൾ ഇതേ അഭിപ്രായം ആവണമെന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇടണമെന്നായിരിക്കും. ചിലപ്പോൾ ഞാൻ പറയുന്ന അഭിപ്രായത്തോട് യോജിപ്പാവും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭൂരിപക്ഷം ആൾക്കാരുടെ ഒരു അഭിപ്രായം നിങ്ങൾ ഏത് രീതിയിലാണ് ഇത് കാണുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വലിയ താല്പര്യമില്ല ഈ വയറൊക്കെ ഇങ്ങനെ എടുത്ത് നിറവയറ് കാണിച്ച്, കുട്ടിയുള്ള വയറാണ്, അതൊക്കെ ഇങ്ങനെ കാണിച്ച് ഒരു ഫോട്ടോഷൂട്ട് നടത്തി സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഈ ഇടുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് അടക്കം വരും. ആ ഫോട്ടോ വൈറലാവും, അതിന് ചർച്ചാ വിഷയമാവും. ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തവരുടെ ഉദ്ദേശം അവിടെ സാക്ഷാത്കരിക്കുന്നു. എന്നാൽ അവിടെ സംഭവിക്കുന്ന ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മോശമായിട്ടുള്ള വൃത്തികെട്ട കമൻറ്റുകൾ അടക്കം വരുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടും വീണ്ടും എന്തിനാണ് ഈ ഫോട്ടോസ് എടുത്ത് ഇടുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളല്ലാണ്ട് ബോൾഡ് ഫോട്ടോഷൂട്ടോ അതും ഇതുമൊക്കെ നടത്തി എടുത്തിട്ട് ഓൾറെഡി ചീത്തവിളികളൊക്കെ വാങ്ങാറുണ്ട്. അത് വീണ്ടും ഒന്ന് വയ്ക്കാം. പക്ഷെ നിറവയറായിട്ടിരിക്കുന്ന സമയത്ത് ആ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ പേരിൽ ചീത്തവിളി നാട്ടുകാർ വിളിക്കുമ്പോൾ കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. എന്നിട്ട് എന്നെ എല്ലാവരും കൂടി ചീത്ത വിളിച്ച് എന്നെ പൊങ്കാലയിട്ട് ഇന്നത് പറഞ്ഞ് മറ്റത് പറഞ്ഞ് മറിച്ചത് പറഞ്ഞെന്ന് പറഞ്ഞ് കൈയും കാലിലോട്ട് അടിച്ചിട്ട് ഒരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബേസിക്കലി പറയാം, എനിക്കിഷ്ടമുള്ളൊരു സംഭവമല്ല. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. ഫോട്ടോ എടുത്ത് നിങ്ങൾ ഫോട്ടോസൊക്കെ വെച്ച് ശേഖരിച്ച് വെച്ച് ആൽബമൊക്കെ തയ്യാറാക്കി ഫ്രെയിം ചെയ്ത് വെക്കുക, വോട്ടവർ എന്തെങ്കിലും ചെയ്യും. പക്ഷേ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നു. ഇട്ടതിന് ശേഷം ഫോട്ടോ എന്തായാലും വൈറലാവും, മില്യൺസ് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. സംഭവം ഭയങ്കര ഷെയറൊക്കെ അടിച്ചങ്ങ് പോകും. പക്ഷെ അതിൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരും. വളരെ മോശമായിട്ട് ഈ സ്ത്രീയെ അടക്കം വളരെ മോശമായിട്ട് വൾഗാരിറ്റി നിറഞ്ഞ രീതിയിലൊക്കെ കമൻറ്റ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ബോക്സ് വരുമെന്ന് ഇവർക്കൊക്കെ നേരത്തെ ഇറങ്ങാൻ ഒരുപാട് ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെ അടിയിലും ഇങ്ങനെ സകലമായ ഫോട്ടോസിൻ്റെ അടിയിലും ഇത്രയും കമൻറ്റ്സ്, മോശമായിട്ടുള്ള കമൻറ്റ്സ് വരാറുണ്ട്. എന്നാലും ഇവരൊക്കെ വീണ്ടും വേറുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ടിങ്ങനെ ചെയ്ത് അങ്ങ് ഫോട്ടോഷൂട്ട് നടത്തിയിടും. ഈ തെറിവിളി വരുമെന്നും ഒക്കെ അവർക്കറിയാം. എന്നാലും അവരതൊന്നും നിർത്തത്തില്ല, കണ്ടിന്യൂ ആണ്. അഭിശ്രീയിലെ അഭിലാഷ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പയ്യനാണ് കേട്ടോ. ഇഷ്ടമുള്ള പയ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കവൻ ഒരു ഇൻസ്പിറേഷനാണ്. നമുക്ക് മനുഷ്യന്മാർക്ക് ഓരോ കുറവുകളൊക്കെ കാണും. ഇപ്പം എനിക്കും ഉണ്ട് എൻ്റെതായ കുറവുകൾ, ആക്സിഡൻ്റൊക്കെ ആയതിനൊക്കെ കുറേ കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് കൂടുതലായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കുറവുകളെ നമ്മൾ കൂടുതലാക്കി കണ്ട് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഒരു മോട്ടിവേഷൻ അടിച്ചുകൊണ്ട് ഒരു ഇൻസ്പയർഡ് പേഴ്സണായിട്ട് മാറി സമൂഹത്തിൽ ഇറങ്ങി നെഞ്ചും വെച്ച് നിന്നിട്ട് തനിക്കുള്ളതൊന്നും ഒരു കുറവേ അല്ല, എനിക്കുള്ളതെല്ലാം ഒരു കൂടുതലാണെന്നുള്ള മൈൻഡിൽ നിന്നിട്ട് ആ ഒരു രീതിയിൽ ഒരു പഞ്ചടിക്കുന്ന അഭിലാഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൈസാണ് അവൻ. നൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നൈസാണ്. ബിഗ് ബോസിൽ പോയപ്പോഴും ഞാൻ ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ ആ അന്നത്തെ ഫസ്റ്റ് ദിവസം കയറുന്ന ആ ഒരു വീഡിയോ ഇട്ട സമയത്തും എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരുത്തരാണ്. ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊക്കെ തന്നെയാണ് അവൻ ഏതാണ്ട് അവിടെ നിന്നത്. ജെനുവിനായിട്ട് നിന്നു, ഒരു ജെനുവിൻ പേഴ്സണായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നേരത്തെ വീട്ടിൽ പോയി. ഓക്കെ, അവനൊരു ജെനുവിൻ പേഴ്സണായിരുന്നു. ഞാൻ ആ അഭിലാഷിൽ കണ്ട ഒരു ക്വാളിറ്റിയാണ്. ബിഗ് ബോസിൻ്റെ അകത്തായാലും കുറച്ചൊക്കെ അവൻ ഷൗട്ട് ഔട്ടൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും അവനൊരു ജെനുവിൻ പേഴ്സണായിട്ട് അവൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരുപാട് വീഡിയോസ് അവൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ കാല് വയ്യാത്തവരെയൊക്കെ ഓരോ നാറികൾ വന്നിട്ട് അവരാതാ പറയുന്നതിനൊക്കെ എടുത്ത് വെച്ച് പൂരത്തെയും വിളിച്ച് അടിച്ച് അണ്ണാക്കി കൊടുത്ത് വിടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇവനെ ഒരു ഇൻസ്പയർഡ് പേഴ്സണായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നല്ലൊരു മോട്ടിവേഷനാണ് അവൻ്റെ ലൈഫ്. എനിക്കെപ്പോഴും ഞാൻ അവൻ്റെ വീഡിയോസ് കാണുമ്പോഴൊക്കെ ആ ഒരു പോസിറ്റീവ് എനർജിയിലാണ് കാണുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ ഇവൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചില്ല. ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞും കൊണ്ട് വേണ്ടേ, ശ്രീകുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ, ആ പെൺകുട്ടിയുടെ പേര് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ശ്രീകുട്ടിയാ എന്തോ ആണ്. ഓക്കെ, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനൊരു ഫോട്ടോഷൂട്ട് കണ്ട സമയത്ത് എനിക്ക് എന്തോ പോലെ തോന്നി. എന്തുവാ ഇത്, എന്തിനാ ഇത്? സത്യം ഉള്ള കാര്യം പറയാമല്ലോ, എന്തിനാ ഇത്?
ഇപ്പോൾ ഈ എത്രയും മാസമൊക്കെ ആകുമ്പോൾ വയറ് കാണിച്ചങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറെ എന്തൊക്കെ പേരുകളൊക്കെ പറയില്ല, എനിക്ക് വലിയ ഓർമ്മ ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ നാട്ടുകാരെ കാണിക്കാനായിട്ട് ഇതെല്ലാം എടുത്ത് ഫോട്ടോ എടുത്തിട്ട് എന്തിനാണ്? ഏണിങ്സ് കിട്ടുമോ, റീച്ചാണോ, എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് യോജിപ്പില്ല. ഞാൻ ഈ അഭിലാഷിൻ്റെയും ആ പെൺകുട്ടിയുടെ ഒരു പഴയ ഫോട്ടോ കൊടുക്കാം. എനിക്ക് തോന്നുന്നു അവർ പ്രേമിച്ചെങ്ങാണ്ടാണെന്ന് തോന്നുന്നു കല്യാണം കഴിച്ചത്. അപ്പോൾ മുന്നേ ഉള്ളൊരു ഫോട്ടോയാണ്. ഞാൻ ടൈറ്റിലൊന്ന് വായിക്കാം. ഫൈൻഡിങ് someone you love and who loves you back is a wonderful feeling. But finding a true soulmate is an even better feeling. A soulmate is someone who understands you like no other, loves you like no other, will be there for you forever. No matter what many years of love എന്ന് പറഞ്ഞിട്ട് അവരുടെ രജിസ്റ്റർ മാരേജ് എന്തോ ആണെന്ന് തോന്നുന്നു, അതോ ഏത് അമ്പലത്തിലെന്തോ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട്, പഴയ ഒരു ഫോട്ടോയാണ്. എനിക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ആണ്, നല്ല ക്വാളിറ്റി ഉള്ളവനാണ്. ഓക്കെ, നമുക്കിനി ഇവർ പ്രഗ്നൻ്റ് ആയ സമയത്ത്, അതായത് ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ യൂട്യൂബ് ചാനൽ, ഇങ്ങനെ റിവീൽ ചെയ്തും കൊണ്ട്, ഈ പ്രഗ്നൻസി റിവീൽ ചെയ്തും കൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫാമിലി വ്ളോഗേഴ്സിൽ എപ്പോഴും കാണുന്നൊരു പരിപാടിയാണ്, പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജാഗരയാണ്. പിന്നെ ചെക്കപ്പ്, അത് ഇത് മറ്റത് മറിച്ചത് സകലമാന കാര്യങ്ങളും എടുത്ത് ഇട്ട് അവസാനം സകലതും അങ്ങിട്ട്, എന്നിട്ട് കൊച്ചിൻ്റെ വളർച്ച 108, 28, 18 എന്ന് പറഞ്ഞും കൊണ്ട് എല്ലാം അങ്ങോട്ട് കയറ്റും. ഇതെല്ലാം ചപ്പ് ചോറിട്ട് പിന്നെ ഫാമിലി വ്ളോഗേഴ്സും ജാഗരയാണ്. എന്തായാലും അതുപോലെ ഒരു ജാഗരയായിട്ടാണ് എനിക്ക് അഭിശ്രീയുടെ ചാനലും കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആദ്യം പ്രഗ്നൻസി റിവീൽ ചെയ്തും കൊണ്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് പരിഹാസങ്ങൾക്കും കളിയാക്കലിനും എല്ലാം ഒരു അവസാനമായിട്ട് ഈ പറയുന്നത് പോലെ ഇവർ രണ്ടുപേരും കൂടി ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേരൊക്കെ പരിഹസിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അഭിലാഷിലൂടെ പറയുന്നുമുണ്ട്. ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെ തുടർന്നിട്ട് ആ കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ട് അന്ന് പ്രഗ്നൻസി റിവീൽ ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടില്ല. കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. നൈസായിട്ട് തെളിയുന്നുണ്ട് ഗൈസ്. അത് ഒരെണ്ണമല്ലേ വന്നുള്ളൂ. അതിപ്പുറത്തെ ഒരു മങ്ങലുണ്ടല്ലോ. ഏയ് അയ്യോ 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 തെളിഞ്ഞോ? അയ്യോ അല്ല, ഇത് രണ്ടെണ്ണത്തിലാണോ ഇത് ഇതാവുന്നത്? തെളിഞ്ഞു. ഫസ്റ്റ് എടുക്കാം കേട്ടോ, നമ്മുടെ നാളെ തന്നെ. അയ്യോ അയ്യ, എന്തിനാ പറ്റുന്നത്? അയ്യോ ഗൈസ്, അങ്ങനെ രണ്ടുപേരും തെളിഞ്ഞു. ഇത്ര പരിപാടി. എനിക്ക് ഞാൻ വിചാരിച്ചത് ആദ്യം ഒരു മങ്ങലിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ആദ്യത്തെ ലൈൻ. അപ്പം ഞാൻ ഒരു കൂടി നിന്നൊരു എനിക്ക് എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. അയ്യോ, ഞാനിത് ഇപ്പോൾ പോസ്റ്റ് ചെയ്യില്ല. കാര്യം ഒരു 3 months ഒക്കെ കഴിഞ്ഞ് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഇനി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൂ. അതുവരെ ഇത് ലാപ്പിലുണ്ടായിരിക്കും വീഡിയോ. കാര്യം നമ്മൾ മുന്നത്തെ അനുഭവങ്ങളൊക്കെ വളരെ മോശം അനുഭവങ്ങളായിരുന്നു. സോ അപ്പോൾ 2025 അടിപൊളി ഇയറാണ്. സീരിയസ്ലി ഭയങ്കര സൂപ്പർ ഇയറാണ്. അയ്യോ, ഒരുപാട് കരഞ്ഞും ഒരുപാട് എന്താ പറയുക, ഒരു ലൈഫിലൊരു എനിക്ക് എന്താണെന്ന് അറിയത്തില്ലേ, ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷമായിക്കോട്ടെ, ഇമോഷൻസ് ഒക്കെ നമ്മുടെ കുറേ ഇമോഷൻസ് ഒക്കെ നമ്മൾ എനിക്ക് പുറത്ത് വരാത്തത് പോലും. കാര്യം ഞാൻ പെട്ടെന്ന് കരയുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന, പെട്ടെന്ന് ഇമോഷണലി ഞാൻ തെറ്റിദ്ധരിക്കുന്ന അങ്ങനത്തെ ഒരാളായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, ആദ്യത്തെ എൻ്റെ ബിഗ് ബോസിലെ പെർഫോമൻസ് തന്നെ കണ്ടാൽ അറിയാം. പക്ഷേ ഇപ്പോൾ അത് ഇറങ്ങിയതിന് ശേഷം, ഇറങ്ങിയതിന് ലാസ്റ്റൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ഇമോഷൻസ്, പേഴ്സണലി ഉള്ള കാര്യങ്ങൾ പോലും എനിക്ക് മാക്സിമം എക്സ്പോസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പോസ് ആവുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ മേ ബി അതിനകത്ത് നിന്നതിൻ്റെ ഒരു ഡ്രോമ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം. മനസ്സുകൊണ്ട് ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര സന്തോഷം, സങ്കടം എല്ലാം കൂടെ നിറഞ്ഞൊരു സിറ്റുവേഷനാണ്. പക്ഷെ അത് പുറമേ അമ്മമാരാണെങ്കിലും ഈ പറയുന്ന പോലെ അവർക്ക് നമ്മൾ അനുഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഉടനെ ചോദിക്കാൻ നിങ്ങളാരാണ്, ഓക്കെ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഒഴിവാക്കും. പക്ഷെ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവർക്ക് എന്താണ് ഇത് ഡോക്ടറിൻ്റെ. അപ്പോൾ അവരിതിനെ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മളിപ്പോഴും
ഒന്ന് ആലോചിക്കുക, ഞാൻ ഒരു 94 ടീമാണ്. അപ്പോൾ 32 വയസ്സിലേക്ക് കടക്കുന്നു. ഇവളാണെന്നുണ്ടെങ്കിൽ 26 വയസ്സ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓക്കെ ടൈമായി വരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം 32 വയസ്സോ എപ്പോഴാണ് ഇനി ഈ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ കുറേ കേട്ടു അനുഭവിച്ചു കുറേ പക്ഷെ നമ്മളോട് പറയില്ല കേട്ടോ, എന്നാലും ഇടയ്ക്ക് ചോദിക്കും. കാര്യം നാട്ടുകാരുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് അവർ. എൻ്റെ അടുത്ത് ആരും ചോദിക്കില്ല കേട്ടോ, ഇവളോട് പിന്നെ ചോദിക്കാം. കേട്ടില്ല, അല്ലാതെ പുറത്തൊക്കെ കമന്റ് വരുമ്പോൾ അറിയാം. വീട്ടിലൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഫാമിലിയുടെ കാര്യം പറഞ്ഞു, ഫാമിലി എൻ്റെ അടുത്ത് ആരും ചോദിക്കില്ല, ചോദിച്ചിട്ടില്ല. അങ്ങനെ ഭയങ്കര ഫാമിലി സന്തോഷം. ആയിക്കോട്ടെ ഇവളുടെ ഫാമിലി ആയിക്കോട്ടെ ആരും ഒന്നും അത് ചോദിച്ചിട്ടില്ല. പക്ഷേ അയ്യോ ഇത് ലൈഫിൽ 2025 ഭയങ്കര സൂപ്പർ ഇയറാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം. അയ്യോ ഹാപ്പി, ഒരുപാട് ഹാപ്പി. ഇനി ഈ വീഡിയോ നിങ്ങൾ ആഫ്റ്റർ 3 months കാണും. അതുവരെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. 3 മാസം കഴിഞ്ഞ് അതുവരെ ഞങ്ങൾ കൊണ്ട് നോക്കാം. അയ്യോ അയ്യോ എങ്ങനെ പറയണമെന്ന് അറിയാം. വീട്ടുകാരൊക്കെ എന്നെ വിളിച്ചു പറയും. കറക്റ്റ് പറയാം എല്ലാവരും. ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ട് ഇല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഭയങ്കര ഹാപ്പി. ഇത് അയ്യോ എവിടെയൊക്കെയോ ചോദിക്കുമ്പോ മാത്രം ഇങ്ങനെ അയ്യോ എന്താ നമ്മളിത് മുന്നേ ചിന്തിക്കേണ്ടായിരുന്നു എന്ന് ആലോചിക്കും. നീലിനെ വിളിച്ചു പറയട്ടെ. എല്ലാവരും അറിയിക്കും. ഞാൻ ആദ്യം പേരെ വിളിക്കാൻ വിളിച്ചു. ഞാൻ ആരോടും പറയില്ല. പിന്നെ മേബി പറയും, പിന്നീടത്തും പിന്നെ ഡോക്ടർ കൂടെ അല്ലേ, പിന്നീടത്തും പറഞ്ഞു നീലിനെ വിളിച്ചു പറയാം. ഷാരി ചേച്ചി കൂടെ വിളിച്ചു പറയട്ടെ. കാര്യം ഇപ്പൊ ശരിക്കും പറയാം രേണു, അയ്യോ നിങ്ങള് അവള് മുത്താണ് രേണു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് പാവം. അവളെ വിളിക്കണം. ഇത്രയും പേരെ വിളിച്ച് പറയാം. പിന്നെ ബാക്കി ആരെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെ ഇത്രയും പേരെയാണ് ഇപ്പം ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഒരു കണക്ഷൻ ഉള്ളത്. ഇനി എന്താ പറയാ, ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവും. കാര്യം ആരൊക്കെ എന്താ പറയട്ടെ, അധികം ദിവസം ഓക്കെ, വളരെ ഹാപ്പി ആയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു. ഞാൻ പേഴ്സണലി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, നമ്മൾ ഈ പ്രഗ്നൻസി അതും ഇതുമൊക്കെ എടുത്ത് വീഡിയോ ആക്കും. ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരൊന്നും അല്ല. രാഗം ഈ പറയുന്ന പോലെ എല്ലാം പോയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരൊക്കെ കാണും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പബ്ലിക്കിലെടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. ഇനി നാളെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടി അങ്ങനെയൊക്കെയാണെങ്കിൽ വീണ്ടും ഓക്കെയാണ്. ഗർഭിണിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫോട്ടോഷൂട്ട് നടത്തുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. ഇത് ചിലപ്പോൾ എല്ലാവർക്കും യോജിക്കാനൊന്നും പറ്റത്തില്ല. അതിൽ കുറച്ചുകൂടിയൊക്കെ ഇപ്പം നല്ലതായിട്ട് മാന്യമായിട്ട് സംസാരിക്കുന്നില്ലേ, എന്നൊന്തോ പൊട്ടിത്തെറിച്ച് കോലാണ്ടിയാവുന്നത്. ഞാൻ മാന്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം മാന്യമായിട്ട് സംസാരിക്കുക പറ്റുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതിൽ വ്ളോഗ്സായി മാറുകയാണ്. ഇപ്പം അതിലായിട്ടിരിക്കുകയാണ്. അത് വിട്, അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ഇവരുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിലെ ഫോട്ടോസ് ഒന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, ബോയ് ഓർ ഗേൾ കമൻറ്റ് ഡൗൺ ഗെറ്റിംഗ് റെഡി ഫോർ അവർ ഫസ്റ്റ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോസ് ഇവിടെ വയറ് കാണിച്ചും കൊണ്ടുള്ള ഫോട്ടോസൊക്കെയാണ്. ഒരുപാട് ഫോട്ടോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഞാൻ 10-20 ഫോട്ടോയും കണ്ട് ഇട്ടിട്ടുണ്ട്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതാണ് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോളിങ്ങിൽ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഈ ഫോട്ടോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റ്, ഈ കമൻറ്റ് ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ വിൽപ്പനയ്ക്ക് വച്ച തള്ളയുടെ ശരീരം കണ്ട് നിൻ്റെയൊക്കെ മുഖത്ത് തുപ്പും, പണത്തിന് ആർത്തി മൂത്ത് പെമ്പിളാരുടെ സാധനം വരെ പ്രദർശനത്തിന് വച്ചേക്കുന്ന നാറി, ഇവരുടെ തൊലിക്കട്ടി സമ്മതിച്ചു. അതേ ആൾ തന്നെ അടുത്ത കമൻറ്റ്, എന്തൊരു വൃത്തികെട്ട ഫോട്ടോ ആണിത്, നിനക്ക് നാണവും മാനവും ഉണ്ടോ ഞൊണ്ടിക്കാല, സ്വന്തം ഭാര്യയുടെ ശരീരം നാട്ടുകാരെ കാണിച്ച് കാശുണ്ടാക്കുന്ന ചെറ്റ, അല്ല ഈ വീർപ്പിച്ച് നിർത്തിയത് നിന്റെ തന്നെയാണോ? എന്തോ പേരെന്താ അക്കൗണ്ടിൻ്റെ സ്വപ്നാങ്കാളി അങ്ങനെ എന്തോ ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, തന്തയില്ലാത്തവനാണ് ഈ കമൻറ്റ് ചെയ്തത്. തന്തയില്ലാത്തവൻ. ഇവന് ഇത് എനിക്കറിയത്തില്ല ആണോ പെണ്ണോ ഏത് മറ്റോ എടുത്തതായിരുന്നു. ദൈവമേ, അതിലെ കൺട്രോൾ ഓക്കെ മറന്നു പോകുന്നു ഇടയ്ക്ക്. അതൊരു വ്ളോഗ്സായി മാറുന്നു അതില്ലേ. ഓക്കെ, അപ്പോൾ അത്രയും മ്ലാച്ഛകരമായിട്ടുള്ള കമൻറ്റ് ചെയ്ത് ഇവൻ്റെയൊക്കെ മെൻറ്റാലിറ്റിയെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഒന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ എൻകൗണ്ടർ അതിൽ കുറഞ്ഞ ഒന്നും ഇവന് ഇല്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനൊരു കമൻറ്റ് വരാൻ ഇടയായത് ആര് കാരണം? അഭിശ്രീ എന്ന് പറയുന്ന അഭിലാഷും വൈഫും കാരണം തന്നെയാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുന്നു, അതിൻ്റെ അടിയിൽ ഇത്രയും മോശമായിട്ടുള്ള നിങ്ങളെ കൊച്ചിനെ അടക്കം ഭാര്യ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് അടക്കം ഇങ്ങനെ ഒരു ബാഡ് കമൻറ്റ്, അല്ലെങ്കിൽ ഈ ഫോട്ടോയുടെ അടിയിൽ ബാഡ് കമൻറ്റ്സ് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജിലിരിക്കുന്ന ഭാര്യ അതെല്ലാം കാണുമ്പോൾ അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഇതെല്ലാം നമ്മൾ ഓർക്കണം. ഓക്കെ, ചിലപ്പോൾ അവർക്ക് പ്രശ്നം കാണത്തില്ലായിരിക്കും, മേ ബി എന്തായാലും വോട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വൃത്തിയായിട്ട് ആൾക്കാർ ഇവിടെ ഉണ്ട്.
അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ അത്രയും മ്ലേച്ഛകരമായിട്ടുള്ള കമൻസ് അതിൻ്റെ അടിയിലിടുന്നു. അത് ഒരു ഇതാവുന്നു. ആ ഫോട്ടോയെ പറ്റി സംസാരം, കൊച്ചിനെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട്, ആ അഭിലാഷിൻ്റെ വൈഫിൻ്റെ വയറിനെ എല്ലാം മൊത്തത്തിൽ വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. വേണമായിരുന്നു ഇങ്ങനൊരു ഫോട്ടോ? എൻ്റെ ക്വസ്റ്റ്യനാണ്, വേണമായിരുന്നു? എനിക്ക് താല്പര്യമില്ല, ഞാൻ ഉള്ള കാര്യം പറയല്ല, എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഒന്നും വേണ്ടായിരുന്നു. എന്തിന് കഷ്ടം. ഇനി ഭയങ്കര അത്യാവശ്യം ഇഷ്ടമുള്ളൊരു, റെസ്പെക്റ്റ് ഉള്ള ഒരു, ഇൻസ്പയർഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അഭിലാഷൊക്കെ. ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല, ഒരുമാതിരി തോന്നി കണ്ട സമയത്ത് തന്നെ. എന്തുവായത്, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ കോപ്പ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ അക്കൗണ്ടാണ്, നിങ്ങളുടെ പേജാണ്, നിങ്ങൾക്ക് എന്തുകൂടാ. പിന്നെ നമ്മൾ പറയാനുള്ള പറയും, അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, മാന്യമായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് മാന്യതയൊക്കെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം ലൈഫിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. ഓക്കെ, അടുത്ത ഒരു ആളുടെ ടീമിനെ ഞാൻ കൊടുക്കാം. ആ ടീമാണ് ഈ ടീം. നമ്മുടെ മനീഷ് വിഷ്ണു. അവരും ഇതേപോലെ ഒരു 3-4 ഫോട്ടോസ് ഇറക്കിയിട്ടുണ്ട്. ഭാര്യയുടെ നിറവയറുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ. ഗെറ്റിംഗ് റെഡി ഫോർ എ ഹ്യൂജ് പുഷ് എന്ന് പറഞ്ഞും കൊണ്ട് ടൈറ്റിലൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? 10-15 ഫോട്ടോസ് ഉണ്ട് കേട്ടോ. സെൻസറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ കമൻറ്റ് ബോക്സ് ഒന്ന് വായിക്കാം. ബോയ്, ഇത് കുറച്ച് ഓവറല്ലേ? സാധാരണ പോലെ ഡ്രസ്സ് ചെയ്തിരുന്നതിൽ ഇതിനേക്കാൾ ഭംഗിയുണ്ടായേനെ. അപ്പം ഡ്രസ്സ് ഫുള്ളായിട്ട് ചെയ്തും കൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഫോട്ടോസൊക്കെ ആയിരുന്നെങ്കിൽ വീണ്ടും ഓക്കെയാണ്. ഈ വയറൊക്കെ എന്തിനാണ് നാട്ടുകാരുടെ അടുത്ത് കാണിക്കുന്നത്? എല്ലാവരും നിങ്ങളെ നല്ലത് പറഞ്ഞ് കൈയടിക്കുമെന്ന് ഇങ്ങ് തോന്നുന്നു. എത്ര പേര് ഇതൊക്കെ കണ്ടിട്ട് ശപിച്ചിട്ട് പോവും, പ്രാഗിയിട്ട് പോവും. എന്തിന് വെറുതെ നാട്ടുകാർ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ഇട്ട് കാണിക്കുന്നത്? ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റണ്ണിങ്. ഓക്കെ, അങ്ങനെയും പറയുന്നുണ്ട്. നല്ലതാണ്, സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്ത്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കുറച്ച് ഓവറല്ലേ? ആ അതെ, പട്ടി ഷോ. അവർ വയറ് കാണിക്കണോ വേണ്ടോ എന്ന് അവർ തീരുമാനിച്ചു, അവർ കാണിച്ചു. അത് അയ്യോ, എന്ത് ഇത്ര കഴപ്പ്. ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ജസ്റ്റ് ഡു സ്കിപ്പ് മാൻ. കാലത്തിനൊത്ത് കോലവും മാറും, അല്ലാതെ പണ്ടത്തെ പോലെ തന്നെ വീട്ടിൽ അടങ്ങി കുത്തിയിരുന്ന് വീട്ടിൽ പ്രസവം നടത്തണം. ഇപ്പോഴും ഇവിടെ ആരെങ്കിലും പറഞ്ഞോ വീട്ടിൽ അടങ്ങി കുത്തിയിരുന്ന് പ്രസവിക്കാൻ? ഹോസ്പിറ്റലിൽ പോകണം. എടേ, ഇവിടെ എല്ലാവരും അല്ല, കുറേ പേര് പറയുന്നത് ഫോട്ടോയുടെ കേസാണ്. എന്തിനാണ് ഇങ്ങനത്തെ ഫോട്ടോസ്? അല്ലാണ്ട് വീട്ടിൽ അടങ്ങിയിരുന്ന് പ്രസവിക്കാൻ ആരും ഇവിടെ പറഞ്ഞില്ല. എന്ത് വെളിത്തന്നോടാ വിളിച്ച് പറയുന്നത്? എന്ത് ഓവർ, മോം ബെല്ലി അല്ലേ അത്? വെസ്റ്റേൺ ടൈപ്പ് ഷൂട്ടാണ് ഇതൊക്കെ എന്ന് കേരളത്തിൽ അക്സെപ്റ്റ് ആവാ. സ്ലീവ്ലെസ് അക്കൗണ്ട് ആയിട്ടില്ല അല്ലേ? ഓക്കെ, വെസ്റ്റേൺ ടൈപ്പ്. നമുക്ക് വെസ്റ്റേണും ഇല്ല, യൂസ്റ്റേണും ഇല്ല, നമുക്കൊരു സ്റ്റേണേ ഉള്ളൂ, കേരള സ്റ്റൈൽ. ഓക്കെ, ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനത്തെ വീഡിയോസോ കാര്യങ്ങളോ ഫോട്ടോസോ സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല. നാളെ എൻ്റെ ഭാര്യ പറയണം, അതിലേട്ടോ നമുക്ക് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എടുത്ത് ഇൻസ്റ്റയിൽ ഇടാം, ഒരുപാട് ലൈക്ക് ഷെയർ കമൻസ് കിട്ടും കേട്ടാ. കടയാടി മോളെ, നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഇടാൻ എന്നേ ഞാൻ പറയത്തുള്ളൂ. മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാണ്ട് മറ്റേ വയറും കാണിച്ചുകൊണ്ട് ഫോട്ടോ ഇടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, ഇത് അവർ ആ ഒരു മെൻറ്റാലിറ്റിയിൽ കാണണമെന്നോ അല്ലെങ്കിൽ ആൾക്കാർ വയറ് കണ്ട് മറ്റേ രീതിയിൽ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ല അവരിടുന്നത്. പക്ഷെ എന്തിന്? ഇവിടെ ആൾക്കാർ കണ്ടില്ലേ മോശമായിട്ടുള്ള കമൻറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ വരുത്തി വാങ്ങിച്ചിരിക്കുന്നില്ലേ? ജനിക്കാൻ പോകുന്ന കൊച്ച് വയറിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് തന്നെ ആ കൊച്ചിന് ഇമാതിരി തെറിവിളി കേൾക്കേണ്ട ഒരവസ്ഥ മോശമാണ്. ഇതൊന്നും നിങ്ങളൊക്കെ വരുത്തി വെക്കുന്നതാണ്. എന്നിട്ട് വന്നിട്ട് പറയും അയ്യോ ഞങ്ങൾക്ക് മൊത്തം നെഗറ്റീവ് കമൻ്റ് ആയിരുന്നു. വരുത്തി വെക്കുകയും ചെയ്യും, അവസാനം മൊത്തം നെഗറ്റീവ് ആയിരുന്നു എന്ന് പറയുകയും ചെയ്യും. ഇതിപ്പോൾ മിക്കവാറും എന്നെ എടുത്തിട്ട് എല്ലാം കൂടി പൊങ്കാലിടും. അല്ലെങ്കിൽ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് കയറില്ല. ആ കൂട്ടത്തിൽ മിക്കവാറും ഇതും കൂടി കയറി ഞാൻ പണത്ത് പോകും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ താഴെ കമൻറ്റ്. എനിക്ക് താല്പര്യമില്ല കേട്ടോ. പുതിയൊരു വീഡിയോ കേട്ടോ. ബൈ.